നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു ബേസിക് വൺ സ്റ്റെപ്പ് ഇക്വേഷൻ ടേംസ് മാത്രം മൂവ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. സെക്കൻഡ് ഇതാണ് ടു സ്റ്റെപ്പ് ഇക്വേഷൻ, മൂവ് കോൺസ്റ്റൻറ്റ് ദെൻ കോ എഫിഷ്യൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് ആദ്യം മൂവ് ചെയ്യുക, പിന്നീട് കോ എഫിഷ്യൻറ്റ്, കോൺസ്റ്റൻറ്റ്, വേരിയബിൾസ്, ഇതെല്ലാം എന്താണെന്ന് ഫസ്റ്റ് വീഡിയോ പാർട്ട് 1 പോയി നോക്കി അറിയാം. അപ്പോൾ അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സോൾവ് 5t plus 28 equal 10. ഇവിടെ നോക്കൂ, 5 എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് വേരിയബിൾസിൻ്റെ കൂടെ ചേർന്ന് വരുന്ന നമ്പറാണ് കോഎഫിഷ്യൻ്റ് 5t. ഓക്കെ, ടി എന്ന് പറയുന്നത് വേരിയബിൾ, ഇത് കോഎഫിഷ്യൻ്റ്, ടി വേരിയബിൾസ്, ഇത് രണ്ടും കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ കേസിൽ കോഎഫിഷ്യൻ്റ് കൂടി വരുന്നുണ്ട്. കോഎഫിഷ്യൻ്റ് കൂടി വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കോൺസ്റ്റൻ്റ് എല്ലാം ആദ്യം മൂവ് ചെയ്യണം, പിന്നീട് വേണം കോഎഫിഷ്യൻ്റ് മൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 5t ഈക്വൽ, ഫസ്റ്റ് വി ഹാവ് ടു മൂവ് കോൺസ്റ്റൻ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 28നെ നമുക്ക് ഈ സൈഡ് കൊണ്ടുപോകാൻ എഴുതി -28. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 5t, ഇതേപോലെ ഈ സ്റ്റെപ്പ് താഴേക്ക് ഇറക്കി, കാരണം നമുക്കിത് കണ്ടുപിടിക്കണം അല്ലേ. 10 - 28 ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പാർട്ട് 2 ഞാൻ ഒരു 3 റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൂള് പഠിച്ചാൽ നമുക്ക് ഈ സമ്മ് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ കോൺസ്റ്റൻറ്റ് പോസിറ്റീവാണ്, ഈ നമ്പർ നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് നമ്പറും വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തതിന് ശേഷം ഏതാണോ വലിയ നമ്പർ അതിൻ്റെ സിമ്പൽ നമ്മൾ ഇടണം അല്ലേ. അപ്പോൾ 10 - 28, ആൻസർ എന്താണ്? 18. ആൻസർ ഈസ് 18. ആൻഡ് ഇതിലത്തെ ഈ നമ്പറിൽ ഏതാണോ വലുത്? 28. അപ്പോൾ അതിൻ്റെ നമ്മൾ സിമ്പൽ ഇടുന്നു. സോ ആൻസർ ഈസ് -18. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ടി. നമ്മൾ കോൺസ്റ്റൻറ്റ് മൂവ് ചെയ്ത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യേണ്ടതാണ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ഇനി അപ്പോൾ ആദ്യം ടി വേരിയബിൾ ഇവിടെ നിർത്തിയതിന് ശേഷം ഇവിടെ നോക്കൂ, 5t എന്ന് പറയുന്നത് ഒരു നമ്പർ. ഈ 5t 2x 3y എന്നെല്ലാം പറയുന്നത് ഇങ്ങനെ തന്നു വെച്ചാൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 5 × t, 2 × x, 3 × y എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് 5 × t എന്നാണ് അർത്ഥം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ RHSലേക്ക് പോകുമ്പോൾ എന്താവുന്നു? ഡിവിഷൻ ആവുന്നു. അപ്പോൾ എഴുതണം t = -18 ഡിവൈഡഡ് ബൈ 5. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. +8 = 20. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. 4x = ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 20 - 8നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അല്ലേ. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുമിച്ച് കൊണ്ടുവന്നു. 4x അങ്ങനെ എഴുതുന്നു. 20 - 8 എത്രയാണ്? 12. ദെൻ നെക്സ്റ്റ് നമ്മൾ കോഎഫിഷ്യൻറ്റിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ x = 12, മൾട്ടിപ്ലിക്കേഷൻ ആണിത്. ഇത് ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ എന്താവുന്നു? ഡിവിഷൻ, ഡിവൈഡഡ് ബൈ 4. x = നമുക്കറിയാം 4ൽ 12 എത്ര ടൈംസ് പോവും? 3 ടൈംസ് അല്ലേ. സോ x = 3. ഓക്കെ, സോ ഇതാണ് 2 സ്റ്റെപ്പ് ഇക്വേഷൻ. മൂവ് കോൺസ്റ്റൻറ്റ്, ആദ്യം കോൺസ്റ്റൻറ്റ് മൂവ് ചെയ്യണം, അതിനുശേഷം കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്പർ മൂവ് ചെയ്തിട്ട് വേണം നമ്മളത് പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ദിസ് ഈസ് 2 സ്റ്റെപ്പ് ഇക്വേഷൻ, മൂവ് കോൺസ്റ്റൻറ്റ് ദെൻ കോഎഫിഷ്യൻ്റ്.